ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇനി ഞാൻ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞ ഏറ്റവും ടോപ്പ് നോച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത്. നിങ്ങൾക്ക് പ്ലേ ഓൺ ലിനക്സിലൂടെ വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർസും റൺ ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് PC ഗെയിംസും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. സ്റ്റീമിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഒപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുവിധ ഹൈ എൻഡ് സിസ്റ്റത്തിൻ്റെ അത്യാവശ്യമില്ല. നിങ്ങൾക്കൊരു ലോ എൻഡ് PC ആണെങ്കിലും ഒരു ഡുവൽ കോർ പ്രോസസ്സറും ഒപ്പം 2GB റാം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഒപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് പോപ്പോയ്സിൻ്റെ ISO ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക പോപ്പോയ്സ്. ഓക്കെ, നമ്മൾ ISO ഫയൽ ഡൗൺലോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോപ്പോയ്സിൻ്റെ മെയിൻ വെബ്സൈറ്റിൽ കയറാം. ഓക്കെ, ഇതാണ് എൻ്റെ പോപ്പോയ്സിൻ്റെ മെയിൻ വെബ്സൈറ്റിൽ. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഗെയിമിങ്ങിനും ഒപ്പം നോർമൽ യൂസുകൾക്കും അവൈലബിൾ ആണെന്ന്. എന്നാണ് വിൻഡോസ് ഫീച്ചേഴ്സ് റൺ ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് പ്രസ് ചെയ്യാം. ഇതിൽ നമ്മളോട് ചോദിച്ചത് വെർഷൻസ് ആണ്. ഇപ്പം ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ളത് അതിനേക്കാളും മുമ്പുള്ള വന്നാണ് ഒരു പഴയ വെർഷനാണ്. ഇത് വരുമ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ ചെറിയൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഈ വെർഷൻ ഇതിൽ ബേസിക് ആയിട്ട് സിസ്റ്റം മതി. നമ്മളോട് ചോദിച്ചാൽ ISO ഫയൽ അവിടേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ സേവ് ചെയ്യാണ്. നമ്മുടെ ISO ഫയൽ കോർണർ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ പെൻഡ്രൈവിന് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കണം. അതിനുള്ള വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാനുള്ള വീഡിയോ. റൂഫസ് എന്ന് പറയുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ്. അത് വെച്ച് നിങ്ങൾക്കൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാം. ഇത് മിനിമം 4GB പെൻഡ്രൈവിങ് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. നമുക്ക് ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിൽ കിടക്കാം. സോ നമ്മൾ റൂഫസ് വെച്ച് നമ്മൾ പോപ്പോയ്സിൻ്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ പെൻഡ്രൈവിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് അത് വെച്ച് അതിനെ ബൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ കീബോർഡിൽ F8 ആയിരിക്കും. എൻ്റെ സ്ഥിതി F8 ആയിരിക്കും. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുകയാണ് ഡെല്ലിൻ്റെ ആണെങ്കിൽ F12. അങ്ങനെ നിങ്ങളുടെ ബൂട്ടബിൾ കീ ഏതാണോ അത് പ്രസ് ചെയ്ത് നിങ്ങൾ ആ പെൻഡ്രൈവിലേക്ക് ബൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബൂട്ട് സ്ക്രീൻ. ഇപ്പം നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും ബൂട്ട് സ്ക്രീനിൻ്റെ. ഇപ്പം ഞാൻ എൻ്റെ പെൻഡ്രൈവിനായിട്ട് ബൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ പോപ്പോയ്സിൻ്റെ ഇൻസ്റ്റലേഷൻ മീഡിയയാണ് അത് ഓപ്പൺ ആവുന്നത്. ഇത് കുറച്ച് നേരം പിടിക്കും. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന് സ്പീഡ് അനുസരിച്ചിരിക്കും. ആദ്യത്തെ ടൈം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് നേരം പിടിക്കുവാണെങ്കിൽ വരാൻ. പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ പോപ്പോയ്സ് വളരെ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യും. ഇപ്പോൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലാംഗ്വേജ് ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ കീബോർഡിൻ്റെ ഫോണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ പ്രസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുകയാണ് നമ്മുടെ കീബോർഡ് ലേഔട്ടിൻ്റെ. ഓക്കെ, ഇത് നമ്മളോട് 2 തരം ഇതാണ് ചോദിച്ചത്. കസ്റ്റം അഡ്വാൻസ്ഡും ഉണ്ട്, ഇപ്പോൾ ക്ലീൻ ഇൻസ്റ്റാളും ഉണ്ട്. ക്ലീൻ ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിൻഡോസും ബാക്കി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വോയിസുകളൊക്കെ ഡിലീറ്റ് ആയി പോകും. ഓപ്പൺ സിസ്റ്റങ്ങൾ നിങ്ങളുടെ ഡാറ്റ ലോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കപ്പ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഹാർഡ് ഡ്രൈവിൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ഫോർമാറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ ക്ലീൻ ഫോർമാറ്റ് ചെയ്തു. ക്ലീൻ ഇൻസ്റ്റാൾ നെക്സ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഡ്രൈവ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ വെച്ചിരിക്കുന്നത് 250GB SSD ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറേസ് ചെയ്തു ഈ ഡ്രൈവിനെ. ഓക്കെ, ഇത് നമ്മൾ ചോദിച്ചത് യൂസർ നെയിമാണ്. യൂസർ നെയിം പറയുമ്പോൾ നിങ്ങളുടെ പേരോ അതോ നിങ്ങൾ മെഷീനിന് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യൂസർ നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുക.
ഇതിൽ അക്കൗണ്ട് പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ അപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ പാസ്വേഡ് പ്രൊസീജിയർ കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുത്താൽ നമ്മളോട് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം ആണെങ്കിൽ വരുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നത്. എന്നാൽ യൂസറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ യൂസർ പാസ്വേഡ് അടിച്ച് കയറാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ എൻക്രിപ്ഷൻ ഇതാണ്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഡാറ്റ നിങ്ങളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ എൻക്രിപ്റ്റഡ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സെറ്റ് പാസ്വേഡ് കൊടുത്തു. ചൂസ് എൻക്രിപ്ഷൻ പാസ്വേഡ് ഞാൻ പാസ്വേഡ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കൺഫേം ചെയ്യാം നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് എൻക്രിപ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കിനെ പ്രിപ്പയർ ചെയ്യണം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ടൈം എടുക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൽ എത്ര GB റാം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ സക്സസ് ആവുക. ഇപ്പോൾ നിങ്ങൾ 2 GB ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞൊരു 30 മിനിറ്റെങ്കിലും മിനിമം 2 GB റാം എടുക്കും. ഇത് 1 GB ആയാലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.